അവിടെ നിർത്തിക്കുന്ന വണ്ടി അത് തന്നാ പോരാ വിളിച്ചല്ലേ നിന്റെ ഞാൻ എന്തായാലും പൊട്ടിച്ച വലിയ പൈസ നിർത്തിയുടെ വണ്ടിയില്ല നിർത്തിയുടെ വണ്ടിയിലാണ് വിളിച്ചത് ഞാൻ കുറെ പ്രാവശ്യം ഓടിച്ചു പറ്റാതെ തട്ടിപ്പ് എനിക്ക് മനസ്സിലായത് കുറെ ഓടിച്ചു അപ്പൊ നിർത്തുന്ന മര്യാദയ്ക്ക് അല്ല അന്ന് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ഒരു സിഗ്നലിൽ നിൽക്കായിരുന്നു. സിഗ്നലിൽ നിൽക്കണ സമയത്ത് ഒരു ബസ്സുകാരെ നമ്മളെ റൈറ്റ് സൈഡ് കൂടെ കയറുന്നുണ്ട്. ആ റൈറ്റ് സൈഡ് കൂടെ കയറുമ്പോൾ നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഇത്ര ഗ്യാപ്പ് കൂടെയാണ് കയറുന്നത്. എനിക്ക് മനസ്സിലായി എൻ്റെ ഗ്ലാസ് പോകുന്നു. അപ്പോൾ ഞാൻ നിർത്താതെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളാണെന്നുണ്ടെങ്കിൽ നോക്കണ്ടേ, ഒന്ന് മൈൻഡ് ചെയ്യണ്ടേ. ഇയാൾ നൈസായി എടുത്ത് കയറ്റിപ്പോയി. മിറർ പോയിട്ട് ഇയാൾ നിർത്താണ്ട പോവുക മീൻസ് വണ്ടി ഞാൻ റൈറ്റ് കയറാൻ നിൽക്കുമ്പോൾ ഇയാൾ നേരെ ബസ് റൈറ്റിലേക്ക് എടുക്കും. സൈഡ് തരാണ്ട് നേരെ വിട്ടുകൊണ്ടിരിക്കുക. ബസ്സല്ലേ അവ ഏതുവരെ പോവും. നമ്മൾ നേരെ പോയി വട്ടം വെച്ചു ബസ്സുകാരെ. നേരെ ചോദിക്കുമ്പോൾ അയാൾ എന്താ പറയണമെന്ന് അറിയോ, മറ്റേ നീ കേസ് കൊടുത്തോ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ എന്താ ഒരു പൊതുമുതലിൽ നൽകി ഒരു പേഴ്സണൽ വ്യക്തിയുടെ ഒരു സാധനം നശിപ്പിച്ചിട്ട് അവൻ ഇങ്ങനെ പറയുന്നത്, അവനെ എന്തും ആവാം, അവൻ്റെ മുതലാളിക്ക് മാത്രം ജീവിച്ചാൽ മതി എന്നാണ് അവൻ പറയണത്. അപ്പോൾ അതിൽ എനിക്കെന്തായാലും ഇനി ആ പൈസ വേണ്ട. ആ ക്യൂൻസ് മേരിയുടെ വീട്ടിലേക്ക് 1 കിലോ അല്ലെങ്കിൽ ഒരു ചാക്ക അരി വാങ്ങിയ പൈസ ആയിട്ട് ഞാൻ കണക്കാക്കിക്കോളാം. ഒരാഴ്ച അവരുടെ ഫുഡ് എൻ്റെ വകയായിട്ട് ഞാൻ കണക്കാക്കിക്കോളാം. അതെനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇമാതിരി സൈഡ് കാണിക്കുന്നത് ഈ ബസ്സുകാരാണെങ്കിലും നല്ല ഡ്രൈവർമാരുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയില്ല, നല്ല ഡ്രൈവർമാർ ഒരുപാടുണ്ട്. പക്ഷേ ഇവരിത് കാണിക്കണമെന്ന് പറഞ്ഞാൽ നിയമത്തെ പേടിയില്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഒരാളെ കൊന്നാലും അവൻ തന്നെ പറയും മറ്റേ അതിനിപ്പോൾ എന്താ കേസല്ലേ, കേസ് ഞാൻ നോക്കിക്കോളാം. അത്രേ ഉള്ളൂ അവർക്ക്. അല്ലാതെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇടിച്ചു തെറ്റ് പറ്റാം, ആർക്കും തെറ്റ് പറ്റാം. ബസ്സുകാരൻ അവർ ടൈമിൽ ഓടണം, തെറ്റ് പറ്റാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അതൊന്നും കണ്ടിട്ട് നമുക്ക് എന്താ വേണ്ട പോലെ ചെയ്യാം, കുഴപ്പമില്ല. ഇതെൻ്റെ ഭാഗത്ത് തെറ്റാണെന്നൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ്, അതാണ് ഏറ്റവും വലുത്. ഇതിന് വലിയ പൈസ ഒന്നും ആവില്ല. ഓക്കെ, എനിക്ക് അവൻ്റെ പൈസ വേണ്ട, എനിക്ക് കുഴപ്പമില്ല. അത് ശരി മോനെ, ഇത് നമ്മളെ ഭാഗത്ത് തെറ്റ് വന്നു, ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതെന്താ, നീ പോടാ, കേസിന് പോടാ, ഒരു കുഴപ്പമില്ല. ബസ് ഇടിക്കാൻ വേണ്ടി അവൻ നമ്മൾ മുന്നിൽ കയറി നിൽക്കുമ്പോൾ അവൻ ഇടിച്ച് കൊല്ലാൻ വരികയാണ് ബസ്സുകാരൻ. അത്രയും ഇതായിട്ടാണ് അവൻ കാണിക്കണത്. ഇപ്പോൾ ഒരു ബസ് അടിച്ച ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ കുറച്ച് ദിവസം ഒരു 10, 12, 15 ദിവസം അവൻ റിമാൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവൻ പുറത്തിറക്കും. ആ ബസ്സിൽ തന്നെ അവൻ കണ്ടക്ടറായി കയറും. 6 മാസം ലൈസൻസ് ഉണ്ടാവില്ല, 6 മാസം അവൻ കണ്ടക്ടറായി കയറും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈസൻസ് വരുമ്പോൾ വീണ്ടും വണ്ടി ഓടിക്കും. അല്ലാതെ അവർക്ക് നഷ്ടമൊന്നുമില്ല. നഷ്ടം പറഞ്ഞാൽ നമ്മൾ റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് മാത്രം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിലാകെ മാറ്റം വരുത്താൻ പറ്റുക എന്ന് പറഞ്ഞത് നിയമത്തെ പേടി വരണം. നിയമത്തെ പേടി വരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും കാണിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഈ സ്വഭാവം തന്നെ കാണിക്കുന്നുള്ള ആറ്റിറ്റ്യൂഡിൽ തന്നെ അവർ നിൽക്കും. അല്ലാതെ ഒരു മാറ്റവും വരില്ല. ഇവിടെ എന്തുകൊണ്ടാണ് ആരും കേസിന് പോകാത്തത്? ഇവിടെ കേസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കേസ് തീരണമെങ്കിൽ ഒരു 1 ഇയറിന് മുകളിലെടുക്കും. അത്രയും കാലം വെയിറ്റ് ചെയ്യാനും അതിൻ്റെ പിന്നാലെ നടക്കാൻ നമ്മൾ ആർക്കും സമയമില്ല പറഞ്ഞാൽ ഈ നിസ്സാര പൈസയ്ക്ക് ഒരു കോടതി കയറി ഇറങ്ങാനും ഇതിനെല്ലാത്തിനും ആർക്കെങ്കിലും സമയമുണ്ടാവും, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവും. നമ്മുടെ സ്വന്തം സമയം കളഞ്ഞിട്ട്. അത് കാരണം ആരും ഇതിൻ്റെ പിന്നാലെ പോവാത്തത്. ഇതന്നെയാണ് അവന്മാരുടെ കോൺഫിഡൻസും. ആദ്യം റോഡിനൊന്നും എടുക്കില്ല. ഞാൻ ബസ് നിർത്തിയപ്പോൾ ഞാൻ എന്നെ മുന്നിൽ കൊണ്ടുപോയി കാറിട്ടിട്ട് അപ്പോൾ അവൻ പറഞ്ഞു, കുറച്ച് നേരം സംസാരം എല്ലാം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആ വീഡിയോ നമ്മൾ കണ്ടില്ലേ, ആ വീഡിയോ കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അന്ന് അവൻ ഞാൻ കയറ്റിടാം പിന്നാലെ വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നാലെ പോയപ്പോൾ ഇവൻ നിർത്താണ്ട് പോയി. ഇവൻ ഏതുവരെ വീണ്ടും പോവും മണ്ടൻ. അടുത്ത സ്റ്റോപ്പിൽ പോയിട്ട് വീണ്ടും നിർത്തി. അടുത്ത സ്റ്റോപ്പിൽ ഞാൻ അടുത്ത സ്റ്റോപ്പിൽ വട്ടം വെച്ചപ്പോൾ അവൻ പറഞ്ഞ വീഡിയോ ആണ് ഇനി കാണുള്ളത്. എന്തായാലും ക്യൂൻസ് മേരി, താങ്ക് യു. ഒന്നില്ലേ പോലീസ് വരണം, അല്ലെങ്കിൽ എന്ത് നിർത്തിയിട്ട് വണ്ടിയിൽ പറ്റില്ല. ഓവറായിട്ടേ ഞാൻ സൈഡാക്കി കേട്ടോ. തട്ടില്ല, അവനും പറ്റില്ല, അവന് കയറിയാൻ പറ്റില്ല. ഞാൻ കുറെ പ്രാവശ്യം ഓടിച്ചു. അവൻ വലിയ കാര്യത്തില് അവൻ എടുത്തിട്ട് ഓരോരുത്തരുടെ മിററുണ്ട്. അപ്പൊ എന്റെ ഇടിച്ച വണ്ടി നിർത്താൻ ആര് നിർത്തണേ? ഇവൻ നിർത്തണ്ടേ വണ്ടി നിർത്തണ്ടേ?
ശരി എന്നാ വണ്ടി നിർത്താൻ പറ. ഇയാൾക്ക് വണ്ടി നിർത്താൻ ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് പോലീസ് കേസ്? നിൽക്കുന്നത് വണ്ടി വീട് എടുക്കുക.